പ്രിയപ്പെട്ടവരെ, കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ നിങ്ങൾക്ക് സ്നേഹവന്ദനം. കുറച്ചു കാലത്തിന് ശേഷം വീണ്ടും നിങ്ങളെ ഇവിടെ ദൈവത്തിൻ്റെ വചനം ഷെയർ ചെയ്യുവാൻ ദൈവം എനിക്ക് തന്ന മഹാഭാഗ്യത്തിനായിട്ട് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ദൈവത്തിൻ്റെ വചനം ജീവനും ചൈതന്യമുള്ളതായി, അത് രൂപായിത്തലുള്ള ഏത് വാളിനേക്കാളും മൂർച്ചയേറിയതും, അത് പ്രാണനെയും സന്ധിമജ്ജകളെയും വേർവിടിവയ്ക്കും വരെ തുളച്ച് ചെല്ലുന്നതുമാണ്. ഈ വചനവുമായിട്ടാണ് നമുക്ക് കാര്യം. ഫോർ ദ ലാസ്റ്റ് 35 years ഈ ദൈവവചനത്തിൻ്റെ മുമ്പിൽ ഞാൻ എപ്പോഴൊക്കെ ഇരിക്കുന്ന സമയങ്ങളിലെല്ലാം ഐ വാസ് ടോട്ടലി എക്സ്പോസ്ഡ്. ഈ ദൈവവചനത്തിൻ്റെ മുമ്പിൽ ഐ വാസ് ടോട്ടലി എക്സ്പോസ്ഡ്. ഈ വചനം എന്നെ ശുദ്ധീകരിച്ചുകൊണ്ടിരിക്കുന്നു. ഫോർ ദ ലാസ്റ്റ് 35 years ദിസ് വേർഡ് ഈസ് സാങ്ക്ടിഫൈങ് മീ. കഴിഞ്ഞ ദിവസം ദൈവത്തിൻ്റെ വചനം വായിച്ചുകൊണ്ടിരിക്കുമ്പോൾ ദൈവവചനത്തിൻ്റെ മർമ്മങ്ങളിലേക്ക് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനെ കൊണ്ടുപോയി. അത് അല്പസമയം ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. മത്തായിയുടെ അധ്യായം, വിശുദ്ധ മത്തായിയുടെ സുവിശേഷം അതിൻ്റെ 8-ാം അധ്യായം വായിച്ചുകൊണ്ടിരുന്നപ്പോൾ 2 വാക്യങ്ങൾ എന്നെ പരിശുദ്ധാത്മാവ് സ്പർശിച്ചു. ഞാൻ വിശുദ്ധ മത്തായിയുടെ 8-ാം അധ്യായത്തിൻ്റെ 1 മുതൽ 4 വരെയുള്ള വാക്യങ്ങൾ. അവന് മലയിൽ നിന്നിറങ്ങി വന്നാൽ വളരെ പുരുഷാരം അവനെ പിന്തുടർന്നപ്പോൾ ഒരു കുഷ്ഠരോഗി വന്ന് അവനെ നമസ്കരിച്ച്, കർത്താവേ, നിനക്ക് മനസ്സുണ്ടെങ്കിൽ എന്നെ ശുദ്ധമാക്കുവാൻ കഴിയും. പ്രിയപ്പെട്ടവരെ, കർത്താവ് പറയും, നിനക്ക് മനസ്സുണ്ടെങ്കിൽ, ആർ യു വില്ലിങ്? പ്രിയപ്പെട്ടവരെ, ഹീ ഈസ് വില്ലിങ് ഓൾവേസ്. കർത്താവായ യേശു ക്രിസ്തു നമ്മുടെ പ്രയാസങ്ങൾ എന്തു തന്നെ ആയിക്കൊള്ളട്ടെ, വാട്ട് എവർ മൈറ്റ് ബി യുവർ പ്രോബ്ലം, എന്തോ ആയിക്കൊള്ളട്ടെ, എന്തു തന്നെ ആയിക്കൊള്ളട്ടെ നിങ്ങളുടെ പ്രശ്നങ്ങൾക്ക് ആ പരിഹാരം തരുവാൻ കർത്താവായ യേശു ക്രിസ്തു ആഗ്രഹിക്കുന്നു. ഹീ ഈസ് ഓൾവേസ് വില്ലിങ്. നിത്യത വരെയും ഈസ് വില്ലിങ്. അവൻ ഇന്നലെ വില്ലിങ് ആയിരുന്നു, ഇന്ന് വില്ലിങ് ആയിരുന്നു, നാളെ വില്ലിങ് ആയിരിക്കും, നിത്യത വരെയും അവൻ വില്ലിങ് ആയിരിക്കും. ഇതാണ് ദൈവത്തിൻ്റെ വചനം നമ്മളെ പഠിപ്പിക്കുന്നത്. സോ വി ഷുഡ് ഹാവ് ദ മൈൻഡ്. നമ്മൾ വിശ്വസിക്കണം. വിശ്വസിച്ചാൽ നീ ദൈവത്തിൻ്റെ മഹത്വം കാണും. നിനക്ക് മനസ്സുണ്ടെങ്കിൽ എന്നെ ശുദ്ധമാക്കുവാൻ കഴിയുന്നു. അവൻ കൈനീട്ടി അവനെ തൊട്ടു, എനിക്ക് മനസ്സുണ്ട്, നീ ശുദ്ധമായെന്ന് പറഞ്ഞു. ഉടനെ കുഷ്ഠം മാറി, അവൻ ശുദ്ധമായി. യേശു അവനോട്, നോക്ക്, ആരോടും പറയരുത്. ഇതെന്നെ ഞെട്ടിപ്പിച്ച് കളഞ്ഞു. ലിറ്ററലി ആരാ സൗഖ്യമാക്കിയിരിക്കുന്നത്? സർവശക്തനായ കർത്താവായ യേശു, ദ സൺ ഓഫ് ഗാഡ്, ദൈവപുത്രൻ സൗഖ്യമാക്കി. ഒരു വാക്കുകൊണ്ട് അവൻ്റെ കുഷ്ഠത്തെ സൗഖ്യമാക്കി. ശാസ്ത്രത്താലോ സൈന്യത്താലോ ശക്തിയാലോ നടക്കുന്ന കാര്യമല്ല, ദൈവത്തിൻ്റെ ആത്മാവിനാൽ സംഭവിക്കുന്ന വീര്യപ്രവൃത്തി അവിടെ നടന്നു. അന്നേരം എന്നിട്ട് കർത്താവ് പറയാണ്, നോക്ക്, ആരോടും പറയരുത്. This is an ordinary mind cannot comprehend that. And ഈ വചനം 35 വർഷം, എനിക്ക് 63 വയസ്സാകുന്നു. ഈ വർഷം അത്രയും കർത്താവിനെ അറിഞ്ഞ വർഷം ദിവസം മുതൽ 35 വർഷമാകുന്നു. ഈ 35 വർഷവും ഇത് എനിക്ക് വെളിപ്പെട്ട് കിട്ടിയില്ല. പക്ഷേ ഇന്നത് വായിച്ചപ്പോൾ ഐ വാസ് ടേക്കൺ അബാക്ക്. നോക്കുക, ആരോടും പറയരുത്. അപ്പോൾ അത് കീഴോട്ട് വായിക്കുമ്പോൾ അവനോട്, നോക്കൂ, ആരോടും പറയരുത്. അവർക്ക് സാക്ഷ്യത്തിനായി നീ ചെന്ന് നിന്നെ തന്നെ പുരോഹിതന് കാണിച്ച് മോശ കൽപ്പിച്ച വഴിപാട് കഴിക്കാം. ആ മോശ കൽപ്പിച്ച വഴിപാട് കഴിക്കുക എന്ന് പറഞ്ഞ ക്ഷണത്തിൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഹി ടുക്ക് മീ ടു ദ ഓൾഡ് ടെസ്റ്റ്മെന്റ്, പഴയ നിയമത്തിലെ ലേവ്യ പുസ്തകത്തിൻ്റെ 14-ാം അധ്യായത്തിലേക്ക് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനെ കൊണ്ടുപോയി. വഴിപാട് എന്താണ്? ഒരു കുഷ്ഠരോഗി കഴിക്കേണ്ട, അവൻ്റെ സൗഖ്യത്തിന് കഴിക്കേണ്ട വഴിപാട് എന്താണ് എന്ന് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് വചനത്തിൽ കൂടെ എനിക്ക് കാണിച്ചു തന്നു. ഈ വഴിപാട് അതിനകത്ത് കൃത്യമായി ആ ലേവ്യ പുസ്തകം 14-ാമത്തെ എൻ്റെ മേജർ നിങ്ങളോട് ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുന്ന ദൈവത്തിൻ്റെ വചനം വഴിപാടിനെ കുറിച്ചാണ്. പക്ഷേ അതിന് മുമ്പേ എനിക്ക് ഈ നോക്ക, ആരോടും പറയരുതെന്ന് മനസ്സിലാകാത്ത, സാധാരണ മനുഷ്യന് മനസ്സിലാകാത്ത ഈ ദൈവത്തിൻ്റെ വചനം എനിക്ക് വെളിപ്പെടുത്തി തന്നുകൊണ്ട് ഐ എം ജസ്റ്റ് ഷെയറിങ് ഇറ്റ് വിത്ത് യു നൗ. ഈ വഴിപാടാണ് ഏറ്റവും മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ്. ദാറ്റ് ഈസ് എ കോർ ഓഫ് ദ സബ്ജക്റ്റ്. ആ വഴിപാടിനെക്കുറിച്ച് പിന്നീട് അടുത്ത വീഡിയോയിൽ ഞാൻ നിങ്ങളോട് സംസാരിക്കാം. ഈ വഴിപാട് ലേവ്യ പുസ്തകം 14-ാം അധ്യായത്തിൻ്റെ 1-ാം വാക്യം മുതൽ 14-ാം അധ്യായത്തിൻ്റെ 1-ാം വാക്യം മുതൽ 20-ാം വാക്യം വരെ ആ വഴിപാടിനെ കുറിച്ച് പറയുന്നു. ഒരു കുഷ്ഠരോഗി കഴിക്കേണ്ട വഴിപാട്. അവിടെ 4 യാഗങ്ങളാണ് അവിടെ പൂർത്തീകരിക്കപ്പെടുന്നത്. വഴിപാടായിട്ട് ഈ കുഷ്ഠരോഗിയുടെ സൗഖ്യത്തിനായിട്ട് പുരോഹിതൻ അർപ്പിക്കുന്നു. ഒന്ന് ഹോമയാഗം, ഭോജനയാഗം, അകൃത്യയാഗം, പാപയാഗം. ഈ വഴിപാടുകൾ 4 എണ്ണവും കഴിച്ചു കഴിഞ്ഞതിന് ശേഷമാണ് പുരോഹിതൻ ഈസ് ഡിക്ലയറിംഗ് ടു ദ ഹോൾ വേൾഡ് ദാറ്റ് ഹീ ഈസ് ഹീൽഡ്. അവൻ സൗഖ്യമായിരിക്കുന്നുവെന്ന് ലോകത്തോട് പ്രഖ്യാപിക്കുകയാണ്, ഹീ ഈസ് ഹീൽഡ്.
അപ്പോൾ കർത്താവ് ഈ ആരോടും പറയരുത് എന്ന് പറഞ്ഞതിൻ്റെ 2 കാര്യങ്ങളാണ് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് എനിക്ക് വെളിപ്പെടുത്തുന്നത്. ഒന്ന്, ഞാൻ നിനക്ക് വേണ്ടി കഴിക്കേണ്ട വഴിപാട് പൂർത്തിയാക്കിയിട്ടില്ല. നിനക്ക് വേണ്ടി പിതാവായ സ്വർഗസ്വനായ എൻ്റെ പിതാവ്, നിൻ്റെയും എൻ്റെയും പിതാവ് എന്നെ ഭൂമിയിലേക്ക് അയച്ചതിൻ്റെ പരമപ്രധാനമായ ഉദ്ദേശമാകുന്ന ആ വഴിപാട് ഞാൻ പൂർത്തിയാക്കിയിട്ടില്ല. അതുകൊണ്ട് ആ വഴിപാട് നീ ന്യായപ്രമാണം He manifests the New Testament. പുതിയ നിയമത്തിൻ്റെ രക്തത്തിൻ്റെ വക്താവാണ് കർത്താവായ യേശു ക്രിസ്തു. പുതിയ നിയമത്തിൻ്റെ ഉടമസ്ഥനും കർത്താവുമാണ് യേശു ക്രിസ്തു. ആ യേശു ക്രിസ്തു പഴയ നിയമത്തിലേക്ക് പോവുകയാണ്. He is the fulfillment of the law. പഴയ നിയമത്തിലെ ന്യായപ്രമാണങ്ങൾ വള്ളിക്കും പുള്ളിക്കും വ്യത്യാസം വരാതെ he has fulfilled it. എന്നിട്ട് ഈ കുഷ്ഠരോഗിയോട് സകലത്തിൻ്റെ ഉടമസ്ഥനായ പുതിയ നിയമത്തിൻ്റെ ഉടമസ്ഥൻ, പുതിയ നിയമത്തിൻ്റെ കർത്താവ് പറയുകയാണ്, go and fulfill the law as per the Moses have commanded you. മോശ നിന്നോട് കൽപ്പിച്ച വഴിപാട് കഴിക്കാൻ പറഞ്ഞു. എന്നിട്ട് പറയുകയാണ്, എന്ന് എനിക്ക് വെളിപ്പെടുത്തുന്ന സത്യം ഇതാണ്, ഞാൻ നിനക്ക് വേണ്ടി ആ കാൽവറിയിൽ അർപ്പിക്കേണ്ട ആ വഴിപാട് പൂർത്തിയാക്കിയിട്ടില്ല. അതുകൊണ്ട് നീ മോശ കൽപ്പിച്ച ആ ന്യായപ്രമാണ പ്രകാരം നിന്നെ കൽപ്പിച്ച വഴിപാട് കഴിപ്പാൻ പറഞ്ഞു. അത് ലേവ്യ പുസ്തകത്തിൻ്റെ 14-ാം അധ്യായത്തിൽ 1 മുതലുള്ള 20-ാം വാക്യം വരെ അത് നമുക്ക് മനസ്സിലാക്കി തരുന്നു. 4 വഴിപാട് പുരോഹിതൻ കഴിച്ചു കഴിയുമ്പോൾ, ആ വഴിപാട് പൂർത്തിയാക്കി കഴിയുമ്പോൾ, the priest is declaring to the whole world that he is healed, fully healed. അതാണ് ആരോടും പറയരുത് എന്ന് പറഞ്ഞതിൻ്റെ 1-ാം ഭാഗം. എന്ന് പറഞ്ഞാൽ സർവശക്തനായ പിതാവായ ദൈവം തൻ്റെ ഏകജാതനായ പുത്രനെ എനിക്കും നിനക്കും വേണ്ടി, കേൾക്കുന്ന നിങ്ങൾക്ക് ഓരോരുത്തർക്കും വേണ്ടി ഒരു വഴിപാട് കഴിപ്പാൻ അയച്ച ആ വഴിപാട് പൂർത്തിയാക്കിയിട്ടില്ല. അപ്പോൾ ആ വഴിപാട് പൂർത്തിയാക്കാതിരുന്നാൽ എന്താണ് സംഭവിക്കുക എന്നുള്ളത് അടുത്ത ഭാഗത്തിൽ, ആരോടും പറയരുന്നുള്ള അടുത്ത ഭാഗത്തിൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് വെളിപ്പെടുത്തി തന്നു. അപ്പോൾ അതിനകത്ത് ഈ നോക്കൂ, ആരോടും പറയരുത് എന്നുള്ളത് മത്തായിയുടെ സുവിശേഷത്തിൽ മാത്രമല്ല പറഞ്ഞിരിക്കുന്നത്, പലരോടും കർത്താവ് ഇത് പറഞ്ഞു. മെനി കേസസ്, 1-2-3 കേസ് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാം. ഒന്ന്, മർക്കോസിൻ്റെ 5-ാം അധ്യായം 7-ാം അധ്യായം 8-ാം അധ്യായത്തിൽ ഇത് പറയുന്നു. മർക്കോസിൻ്റെ 5-ാം അധ്യായത്തിൽ പള്ളിപ്രമാണിയുടെ മകള് മരിച്ചുപോയി. ഈ പള്ളിപ്രമാണിയുടെ മകൾ മരിച്ചുപോയി. കർത്താവ് അറിഞ്ഞപ്പോൾ അവിടെ ചെല്ലുന്നു. ആ മകളെ ഉയർപ്പിക്കുകയാണ് കർത്താവായ യേശു ക്രിസ്തു. അതിൻ്റെ പശ്ചാത്തലം ഞാൻ വിവരിക്കുന്നില്ല. കർത്താവായ യേശു ക്രിസ്തു പള്ളിപ്രമാണിയുടെ മകളെ ഉയർപ്പിച്ച് കഴിഞ്ഞിട്ട് അവരുടെ അപ്പനെയും അമ്മയും മാത്രമേ, ശിഷ്യന്മാർ 3 പേര് 2 പേരാണെന്ന്, പത്രോസും യോഹന്നാനും, അപ്പനെയും അമ്മയും മാത്രമേ കയറ്റിയുള്ള അകത്തോട്ട്. nobody else was permitted entry to that room where the body was kept. എന്നിട്ട് പറഞ്ഞു, തബീഥ കുമി, മകളെ എഴുന്നേൽക്ക എന്ന് പറഞ്ഞു. അവളെ കൈക്ക് പിടിച്ച് എഴുന്നേൽപ്പിച്ചു. എന്നിട്ട് അവൾക്ക് വിശക്കുന്ന ഭക്ഷിക്കാൻ കൊടുക്കാൻ പറഞ്ഞു. എന്നിട്ട് അവരോട് പറയുക, അപ്പനോട് അമ്മയോട്, നോക്ക്, ഇത് ആരോടും പറയരുതെന്ന് അവൻ ഏറിയോന്ന് കൽപ്പിച്ചു. സ്റ്റേൺ വാണിംഗ് കൊടുത്തു, ഇത് പറയരുത്. അവൻ ശതാധിപനാണ്. അവൻ ഒരർത്ഥത്തിൽ പറഞ്ഞ ഒരു ജാതിയുടെ പുത്രനാണ്. ക്രിസ്തുവിലെ വിശ്വാസം മൂലമാണ് കർത്താവിനെ അവൻ വിളിച്ചപേക്ഷിച്ചത്. ഇസ്രായേൽ കൂടി ഇത്ര വലിയ വിശ്വാസം കണ്ടിട്ടില്ല എന്ന് പറയുന്ന പള്ളിപ്രമാണി ഞാൻ ശതാധിപനെക്കുറിച്ച് അറിയാതെ പറഞ്ഞുപോയി. ആ പള്ളിപ്രമാണി ക്രിസ്തുവിനെക്കുറിച്ച് യഥാർത്ഥത്തിൽ അറിവുള്ളവനല്ല, പക്ഷേ ക്രിസ്തുവിൽ വിശ്വസിച്ചു. കാരണം ഈ പള്ളിപ്രമാണി ഈ വ്യക്തികൾ ശിഷ്യന്മാർക്ക് വേണ്ടി, അല്ലെങ്കിൽ അവർക്ക് വേണ്ടിയിട്ട് ഒത്തിരി സഹായങ്ങൾ ചെയ്തു എന്ന് ശിഷ്യന്മാർ കർത്താവിൻ്റെ അടുത്ത് പറഞ്ഞപ്പോഴാണ്, അങ്ങനെയാണ് ഈ ഇദ്ദേഹത്തിൻ്റെ വീട്ടിലേക്ക് കടന്നു ചെല്ലുന്നത്. അപ്പോൾ ഈ ഒരു ദൈവത്തിൻ്റെ വചനം, യു മസ്റ്റ് അണ്ടർസ്റ്റാൻഡ് ദാറ്റ് അവരോട് കൃത്യമായി പറയുകയാണ്, അപ്പനോടും അമ്മയോടും സ്റ്റേൺ വാണിംഗ് കൊടുത്ത് നിങ്ങൾ ഇതാരോടും പറയരുത് എന്നുള്ളത്. 2, അതിൻ്റെ 7-ാം അധ്യായത്തിൽ ഒരു ചെകിടനെ കേൾപ്പിക്കുന്നു. മർക്കോസിൻ്റെ 7-ാം അധ്യായത്തിൽ 36-ാം വാക്യം. ഇത് മർക്കോസ് 5-ാം അധ്യായത്തിൽ 43-ാം വാക്യമാണ്. നോക്ക്, ഇത് നിങ്ങൾ ആരോടും പറയരുത് എന്ന് അവൻ അവരോട് ഏറിയൊന്ന് കൽപ്പിച്ചു. പിന്നെ മർക്കോസിൻ്റെ 7-ാം അധ്യായത്തിൽ 32 മുതൽ 36 വരെയുള്ള വാക്യങ്ങൾ ചെകിടന് കേൾവി ശക്തി കൊടുത്തിട്ട് എന്നിട്ട് പറഞ്ഞു, ഇത് ആരോടും പറയരുത് എന്ന് അവരോട് കൽപ്പിച്ചു. അപ്പോൾ ഈ 3 കേസിലും വളരെ വ്യക്തമായിട്ട് ഇത് ആരോടും പറയരുതെന്ന് വ്യക്തമായിട്ട് കർത്താവ് പറയുക. കർത്താവ് എന്തിനാണിത് പറയുന്നത് എന്നുള്ളത് എന്നെ അത്ഭുതപ്പെടുത്തി. കർത്താവിന് എന്നെ പേടിയാണോ?
കർത്താവ് കർത്താവിന് പോപ്പുലാരിറ്റി വേണ്ട എന്നുള്ള ഫീൽ. കർത്താവ് ആരാ? കർത്താവിനൊരു പ്രസിദ്ധിയോ പോപ്പുലാരിറ്റി അതൊക്കെ ഇൻ്റർപ്രിട്ടേഷൻസിൽ പറഞ്ഞിട്ടുണ്ട്. ബൈബിളിൻ്റെ ഇൻ്റർപ്രിട്ടേഷൻസിൽ പലരും പറഞ്ഞിരിക്കുന്ന കാര്യമാണ് ഞാനീ പറയുന്നത്. കർത്താവ് ആരാണ്? കർത്താവ് ദൈവം, പിതാവായ ട്രിനിറ്റിയുടെ ഭാഗമായ ത്രിത്വത്തിൻ്റെ ഭാഗമായ നമ്മുടെ യേശുപ്പച്ചൻ. അവിടെ പോപ്പുലാരിറ്റിയും അല്ലെങ്കിൽ അവിടെ പ്രസിദ്ധിയും അവന് പണവും ഒന്നും വേണ്ട. ബിക്കോസ് ഹീ ഈസ് ഗാഡ് ഹിംസെൽഫ്. അങ്ങനെ ഒരു ചിന്ത പോലും അവിടെ വരുന്നില്ല. പക്ഷേ അപ്പോൾ അതാണ് എന്നെ അത്ഭുതപ്പെടുത്തി ഈ ഒരു റെവലേഷനിലേക്ക് കർത്താവ് കൊണ്ടുപോയത്. സർവശക്തനായ ദൈവത്തിന് എന്നെ പ്രസിദ്ധി വേണോ, അല്ലെങ്കിൽ ഇതാരും കൂടുതൽ ആൾക്കാർ അറിഞ്ഞാൽ കർത്താവ് സർവശക്തനായ ദൈവമാണ്, എല്ലാവരുടെയും ഉടമസ്ഥൻ, പിതാവായ ദൈവം. അവരുടെ മക്കളാണ് ഭൂമിയിലുള്ള സകല സൃഷ്ടികളും. സ്വർഗത്തിലെ ദൈവത്തിൻ്റെ അപ്പൻ്റെ മക്കളാണ് ഭൂമിയിലുള്ള സകല സൃഷ്ടികളും. അതുകൊണ്ട് ഈ മൂന്ന് സ്ഥലത്തും പറയരുതെന്ന് പറഞ്ഞതിൻ്റെ കാര്യങ്ങളാണ് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് എനിക്ക് വെളിപ്പെടുത്തുന്നത്. നമ്പർ 1, ആ വഴിപാട് ഞാൻ പൂർണ്ണമാക്കിയിട്ടില്ല. ആ വഴിപാട് പൂർണ്ണമാക്കാതിരുന്നാൽ എന്ത് സംഭവിക്കും എന്നുള്ളതിലേക്കാണ് കർത്താവ് പരിശുദ്ധാത്മാവിനെ വീണ്ടും കൊണ്ടുപോയത്. പിന്നെ യോഹന്നാൻ 5-ാം അധ്യായത്തിൽ ബത്സയിദ കുളക്കരയിൽ കിടക്കുന്ന ഒരു വ്യക്തിയെക്കുറിച്ച് പറയുന്നു. ഈ ബത്സയിദ കുളക്കരയിൽ കിടക്കുന്ന വ്യക്തിയോട് പറയുകയാണ്, സൗഖ്യമാകുവാൻ നിനക്ക് മനസ്സുണ്ടോ? യോഹന്നാൻ 5-ാം അധ്യായത്തിലാണ് അത് പറയുന്നത്. ആ അധ്യായം നമുക്കൊന്ന് വായിക്കാം. അവൻ കിടക്കുന്നത് യേശു കണ്ടു. യോഹന്നാൻ 5-ന്റെ 5, 6, 7 മുതൽ 8 വരെയാണ്. അതിനകത്തിൽ അവൻ കിടക്കുന്ന യേശു കൊണ്ട് ഇങ്ങനെ ഏറിയ കാലമായിരിക്കുന്നവൻ, നിനക്ക് സൗഖ്യമാകുവാൻ മനസ്സുണ്ടോ? കുഷ്ഠരോഗി ചോദിച്ചു, നിനക്ക് മനസ്സുണ്ടെങ്കിൽ കർത്താവ്, യെസ് ഐ എം വില്ലിങ്. ഇവിടെ തിരിച്ച് വേറൊരുത്തിനോട്, ഈ ബത്സയിദ കുളക്കരയിൽ കിടക്കുന്നതിനോട് പറയാം, നിനക്ക് സൗഖ്യമാവാൻ മനസ്സുണ്ടോ? സോ അൾട്ടിമേറ്റ്ലി ഞാൻ നിങ്ങളോട് പറയുകയാണ് പ്രിയപ്പെട്ടവരെ, ഈ സ്വർഗീയ സൗഖ്യം, കർത്താവിൽ നിന്ന് അസാധ്യമായ കാര്യങ്ങൾ നമുക്ക് പ്രാപിക്കുവാൻ, രോഗസൗഖ്യം, വാട്ടെവർ ഇറ്റ് ഈസ്, നിൻ്റെ പ്രശ്നങ്ങൾ എത്ര ഗുരുതരമായിക്കൊള്ളട്ടെ, ഈ ഭൂമിയിൽ ഒരു വ്യക്തിക്കും അല്ലെങ്കിൽ ഒരു സിസ്റ്റത്തിനും ശരിയാക്കാൻ വയ്യാത്തുള്ള പ്രോബ്ലം, ഒരു ഡോക്ടർക്കും സൗഖ്യമാക്കാൻ വയ്യാത്ത രോഗം, സർവശക്തനായ ദൈവം കർത്താവായ യേശു ക്രിസ്തു അവൻ്റെ അടിപ്പിണരുകളാൽ നീ സൗഖ്യം പ്രാപിച്ചിരിക്കുന്നു. നിൻ്റെ മനസ്സ് ചോദിക്കുന്നു, ആർ യു വില്ലിങ് ടു ബി ഹീൽഡ്? നീ ഒന്ന് സമ്മതിക്കുക. നിന്നെ മൂടിയിട്ടിരിക്കുന്ന അല്ലെങ്കിൽ ഈ ലോകത്തിൻ്റെ പ്രമാണങ്ങൾ, ലോകത്തിൻ്റെ ചിന്തകൾ, all things which enter into your ear, what you see and enter into your heart against the word of God. ഇത് മാറ്റി വെച്ചിട്ട് ഈ വചനം മാത്രമേ സത്യമുള്ളൂ നിങ്ങൾ വിശ്വസിക്കാൻ നിനക്ക് മനസ്സുണ്ടോ? ഞാൻ സൗഖ്യമാക്കുന്ന യഹോവയാകുന്നുവെന്ന് വിശ്വസിക്കാൻ നിനക്ക് മനസ്സുണ്ടോ? യു വിൽ ബി ഹീൽഡ്. അത് ദൈവത്തിൻ്റെ വാഗ്ദത്തമാണ്. ഇറ്റ് ഈസ് എ പ്രോമിസ് ഓഫ് ഗോഡ്. ഞാൻ നിന്നെ സൗഖ്യമാക്കുന്ന യഹോവയാകുന്നു. അപ്പോൾ ഇവനോട് ചോദിച്ചു, എനിക്ക് സൗഖ്യമാകുവാൻ മനസ്സുണ്ടോ എന്നുള്ളത്. ഓക്കെ, അവന് സൗഖ്യമാകാൻ മനസ്സുണ്ടോ എന്ന് ചോദിച്ചു. അപ്പോൾ അവൻ്റെ ബേസിക്സ് എന്തുകൊണ്ടാണ് അവന് സൗഖ്യം പ്രാപിക്കാത്തത് അവനത് പറഞ്ഞു. അന്നേരം കർത്താവ് പറയുകയാണ്, യേശു അവനോട് 8-ാം വാക്യം, എഴുന്നേറ്റിൻ്റെ കിടക്കെടുത്ത് നടക്കുകയെന്ന് പറഞ്ഞു. ഉടനെ ആ മനുഷ്യൻ സൗഖ്യമാക്കി ഈ കിടക്കയെടുത്ത് നടന്നു. അന്നേരം തന്നെ കർത്താവ് ഇവിടുന്ന് മാറിപ്പോയി. അതുകൊണ്ട് ഇവനെ സൗഖ്യമാക്കിയത് ആരാണെന്നൊന്നും ഈ കുളക്കരയിൽ കിടന്ന ആ മനുഷ്യൻ മനസ്സിലായില്ല. ഒടുവിൽ ഈ യഹൂദന്മാർ ഈ സൗഖ്യം പ്രാപിച്ച അവനെ കണ്ടിട്ട് ചോദിച്ചു, ഇന്ന് ശബത്താ, ആരാ നിന്നെ സൗഖ്യമാക്കുക? അവനവിടെ വർഷങ്ങളായിട്ട് കാലകാലങ്ങൾ കിടക്കുന്നത് ഇവർ കാണുന്നതാണ്. അപ്പോൾ ഒരു മൊമെൻറ്റിൽ അവൻ ഈസ് ഫുള്ളി ഹീൽഡ്. ആരാ നിന്നെ സൗഖ്യമാക്കിയെന്ന് ചോദിച്ചു. അത് പറഞ്ഞു, അവനവരോട് എന്നെ സൗഖ്യമാക്കിയവൻ കിടക്കെടുത്ത് നടക്കുക എന്നോട് അവൻ ഉത്തരം. അവർ അവനോട് കിടക്കെടുത്ത് നടക്കുക എന്ന് എന്നോട് പറഞ്ഞ മനുഷ്യനാരെന്ന് ചോദിച്ചു. എന്നാൽ ഇവിടെ പുരുഷാരുണ്ടായി, യേശു മാറിക്കളഞ്ഞു, അവനാണെന്ന് സൗഖ്യം പ്രാപിച്ചവൻ അറിഞ്ഞില്ല. എന്നിട്ട് പിന്നീട് യേശു ഇവനെ ദേവാലയത്തിൽ വെച്ച് കാണുകയാണ്. ഈ യേശു ദേവാലയത്തിൽ വെച്ചിട്ട് ഇവനെ പിന്നെ കാണുമ്പോൾ അതിൻ്റെ 14-ാം വാക്യമാണ്. അനന്തരം, ശ്രദ്ധിച്ചോണം, ഇതിലേക്കാണ് ഞാൻ വരുന്നത്. അനന്തരം യേശു അവനെ ദേവാലയത്തിൽ വെച്ച് കണ്ട് അവനോട്, നോക്കൂ, നിനക്ക് സൗഖ്യമായല്ലോ, അധികം തിന്മയായത് ഭവിക്കാതിരിപ്പാൻ ഇനിയും പാപം ചെയ്തു. യു നോ വാട്ട് ഡിഡ് ഹി സേ? നമ്മുടെ കർത്താവ് എന്താ പറഞ്ഞത്? നോക്കൂ, നിനക്ക് സൗഖ്യമായല്ലോ, അധികം തിന്മയായത് ഭവിക്കാതിരിപ്പാൻ നീ ഇനി പാപം ചെയ്യരുത്. നിന്നെ സൗഖ്യം പ്രാപിച്ചു, ഇറ്റ് ഈസ് എ ഫാക്ട്. എന്നാൽ നീ ഇതിലും വലിയ രോഗത്തിലേക്കും പ്രശ്നത്തിലേക്കും ചെന്ന് ചാടാതെ വണ്ണം നീ നിന്നെ തന്നെ സൂക്ഷിക്കണം. പാപം ചെയ്യരുതിനെയും. ഈ വചനം
മത്തായി 12-ാം അധ്യായത്തിൻ്റെ 43 മുതൽ 45 വരെയുള്ള വാക്യങ്ങളിൽ പറഞ്ഞിട്ടുണ്ട്. ഈ വചനം എന്ന് പറഞ്ഞാൽ, നോക്ക നിനക്ക് അധികം തിന്മയായത് ഭവിക്കാതിരിപ്പാൻ നീ ഇനിയും പാപം ചെയ്യരുതെന്ന് പറഞ്ഞ് ഈ ബത്സേദ കുളക്കിഴക്കോടുന്നു. പിന്നീട് അന്നേരമാണ് അവന് മനസ്സിലാകുന്നത് യേശുവാണ് സൗഖ്യം. അന്നേരം അവൻ പറഞ്ഞു കിടന്നു, കർത്താവായ യേശുവാണ് എന്നെ സൗഖ്യമാക്കിയെന്നുള്ളത്. ഈ മത്തായി 12-ാം അധ്യായത്തിൻ്റെ വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 12-ാം അധ്യായത്തിൽ 43 മുതൽ 45 വരെയുള്ള വാക്യങ്ങൾ ഞാനൊന്ന് വായിക്കുകയാണ്. അശുദ്ധാത്മാവ് ഒരു മനുഷ്യനെ വിട്ടു പുറപ്പെട്ട ശേഷം നീരില്ലാത്ത സ്ഥലങ്ങളിൽ കൂടി തനിപ്പ് അന്വേഷിച്ചുകൊണ്ട് സഞ്ചരിക്കുന്നു, കണ്ടെത്തുന്നില്ല താനും. നീരില്ലാത്ത എന്ന് പറഞ്ഞാൽ എന്നെ നീരെന്ന് പറഞ്ഞാൽ വെള്ളം, ജീവജലം ഓടാത്ത, ജീവജലം ഒഴുകാത്ത സ്ഥലം. ഈ ജീവജലത്തിന് വലിയ നീരിനെ കുറിച്ച് ഒത്തിരി കാര്യങ്ങൾ സംസാരിക്കാനുണ്ട്. പക്ഷെ നീര് ഹി വാസ് അവരൊരു റെസ്റ്റ്. ഇംഗ്ലീഷ് കിങ് ജെയിംസ് വേർഷനിൽ പറയുന്നത് ദിസ് സൈറ്റൻ വാസ് ട്രൈയിങ് ടു സെർച്ച് ഫോർ എ ഡ്രൈ പ്ലേസ് ഫോർ റെസ്റ്റ്. നീരില്ലാത്ത സ്ഥലം, ജീവജലത്തിൻ്റെ നദി ഒഴുകിച്ചെല്ലാത്ത സ്ഥലങ്ങൾ, ജീവനില്ലാത്ത സ്ഥലങ്ങൾ അവൻ അന്വേഷിക്കാൻ തുടങ്ങി. ജീവൻ വ്യാപരിക്കാത്ത സ്ഥലം, മരണത്തിൻ്റെ താഴ്വരയാണ് അശുദ്ധാത്മാവ് അന്വേഷിക്കുന്നത്. മരണത്തിൻ്റെ താഴ്വര എന്ന് പറഞ്ഞാൽ ജീവനില്ലാത്ത സ്ഥലമാണ്. അപ്പോൾ ഈ ജീവനില്ലാത്ത സ്ഥലം അന്വേഷിച്ചെന്ന് ഈവൻ ഈ സെയിം എന്ന് പറഞ്ഞാൽ ഒരു വ്യക്തിയിൽ നിന്ന് ഈ അശുദ്ധാത്മാവ് ഇറങ്ങിപ്പോയി അവൻ രോഗസൗഖ്യം പ്രാപിച്ച് ഫ്രീ ആയിട്ട് നിൽക്കുകയാണ്. കുറേ നാൾ കഴിഞ്ഞിട്ട് വീണ്ടും തിരിച്ചു വരുമ്പോൾ അന്വേഷിച്ചാണ് ഞാൻ പുറപ്പെട്ടു പോകുന്നത്, എൻ്റെ വീട്ടിലേക്ക് മടങ്ങിച്ചെല്ലുന്നു അവൻ പറയുന്നു. ഉടനെ വന്ന് അവൻ അത് ഒഴിഞ്ഞതും അടിച്ചു വാരി അലങ്കരിച്ചതുമായി കാണുന്നു. പിന്നെ അവൻ പുറപ്പെട്ട് തനിലും ബലമേറിയ ദുഷ്ടതയേറി 7 ആത്മാക്കളെ കൂട്ടിക്കൊണ്ടുവന്ന് അവരും അവിടെ കയറി പാർക്കുന്നു. ഇപ്പോൾ എത്ര പേരുണ്ട്? 7 1 8 പേരുണ്ട്. മറ്റേത് 1 ഉണ്ടായിരുന്നില്ല, 7 1 8 പേരുണ്ട്. കർത്താവ് ഈ ബത്സേദ കുളക്കടയോട് പറഞ്ഞു തന്നെ, നോക്ക് നിനക്ക് അധികം തിന്മയായത് ഭവിക്കാതിരിപ്പാൻ ഇനിയും പാപം ചെയ്യരുത്. ഇതാണ് ഈ അധികം തിന്മ. മറ്റേത് ഒരു കുട്ടിപ്പിശാചേ ഉണ്ടായിരുന്നുള്ളൂ, ഇപ്പോൾ 8 പേരാ. മനസ്സിലാവുന്നോ എന്ന് പറഞ്ഞാൽ 7 ആത്മാക്കളെ കൂടെ ആ മനുഷ്യൻ്റെ സ്ഥിതി പിന്നത്തെ സ്ഥിതി മുമ്പിലത്തേതിലും വല്ലാതെയാകും. ആ മനുഷ്യൻ്റെ പിന്നത്തെ സ്ഥിതി മുമ്പിലത്തേതിലും വല്ലാതെ ആകും. വളരെ മോശമായി തീരുമെന്നാണ് ദൈവത്തിൻ്റെ വചനം പഠിപ്പിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, ആ വഴിപാടിന് വലിയ സിഗ്നിഫിക്കൻസ് ഉണ്ട്. ഈ കർത്താവ് പറഞ്ഞ ആരോടും പറയരുതെന്ന് എന്ന് പറഞ്ഞാൽ മിസ്രൈമിൽ നിന്ന് ജനത്തിനെ വിടുവിച്ചുകൊണ്ട് ഇസ്രായേലിലേക്ക് വരുമ്പോൾ സംഹാരദൂതൻ അവിടെ മുഴുവൻ സംഭരിച്ചു കളഞ്ഞു. ദൈവത്തിൻ്റെ ജനത്തെ തൊട്ടില്ല. കാരണം എന്തെന്നറിയാമോ? ആ വഴിപാടിൻ്റെ ഒരു മുദ്ര അവിടെ കാട്ടിളപ്പടിമേലും കുറിയപടിമേലും കിടന്നു. ആ വഴിപാടിൻ്റെ മുദ്ര 40 സംവത്സരക്കാലം ആ മരുഭൂമിയിലുണ്ടായിരുന്നു. പകൽ മേഘസ്തംഭവും രാത്രി അഗ്നിസ്തംഭവും വരെ മൂടി. അവരെ ദുഷ്ടൻ തൊട്ടില്ല. ആ വഴിപാടിൻ്റെ മുദ്ര അവിടെ ഉണ്ടായിരുന്നു. അമേൻ. അവരെ തൊടാൻ സാധിച്ചില്ല. ഈ വഴിപാട് അല്ലെങ്കിൽ ഈ മുദ്രകൾ പല ദൈവവചനത്തിൽ പല മുദ്രകളെക്കുറിച്ച് പറയുന്നുണ്ട്. അതിൽ ഒരു മുദ്രയാണ് ഞാൻ ആ മിസ്രൈമിൻ്റെ ചോരത്തളി പറഞ്ഞത്. രണ്ടാമത്തെ മുദ്ര എഫേസ്യർ 1-ാം അധ്യായത്തിൽ ദൈവത്തിൻ്റെ വചനത്തിൽ വിശുദ്ധ പുസ്തക എഫേസ്യറിൻ്റെ ലേഖനത്തിൽ 1-ാം അധ്യായത്തിൻ്റെ 13 14 വാക്യങ്ങളിൽ അത് പറയുന്നു. അത് അവനിൽ നിങ്ങൾക്കും നിങ്ങളുടെ രക്ഷയെക്കുറിച്ചുള്ള സുവിശേഷം എന്ന സത്യവചനം നിങ്ങൾ കേൾക്കുകയും അവനിൽ വിശ്വസിക്കുകയും ചെയ്തിട്ട്, നിങ്ങൾ ആ സുവിശേഷം കേട്ട് അവനിൽ വിശ്വസിക്കുകയും ചെയ്തിട്ട്, തൻ്റെ സ്വന്തം ജനത്തിൻ്റെ വീണ്ടെടുപ്പിന് വേണ്ടി തൻ്റെ മഹത്വത്തിൻ്റെ പുകഴ്ചയ്ക്കായിട്ട് നമ്മുടെ അവകാശത്തിൻ്റെ അച്ചാരം ആയ നമ്മുടെ അവകാശത്തിന് ഇൻഹെറിറ്റൻസ്, ദൈവമക്കളുടെ അവകാശത്തിൻ്റെ അച്ചാരമായ സീലായ വാഗ്ദത്തത്തിന് പരിശുദ്ധാത്മാവിനാൽ മുദ്രയിട്ടിരിക്കുന്നു. ദുഷ്ടൻ കയറി തൊടുകയില്ല. അപ്പോൾ അതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞത്, പ്രിയപ്പെട്ടവരെ, ഒരിക്കൽ നിങ്ങൾ വീണ്ടും നിൻ്റെ സ്ഥിതി മുമ്പിലത്തേതിലും കഷ്ടമാകും. പാപം ചെയ്യരുത്. പലരോടും പറയുകയാണ്, പാപം ചെയ്യരുത്. അതായത് കർത്താവ് വഴിപാട് പൂർണ്ണമാക്കിയിട്ടില്ല. ഈ മുദ്ര നിൻ്റെ മേൽ കാണുമ്പോഴാണ് ആ ദുഷ്ടപിശാച് നിന്നെ വിട്ട് ഓടിപ്പോകുന്നത്. അതുകൊണ്ട് നിൻ്റെ സ്ഥിതി പഴയതിൽ നിന്നും മോശമാകാതിരിക്കാൻ വേണ്ടി നീ ഇനി പാപം ചെയ്യരുത് എന്ന് പറഞ്ഞ് അവനെ ഖണ്ഡിതമായി സ്റ്റേൺ വാണിംഗ്
കട്ടായം പറഞ്ഞ് അവനെ അയക്കുന്നത്, ആരോടും ഇത് പറയരുതെന്ന് പറഞ്ഞ് അയക്കുന്നതിൻ്റെ കാര്യം ഇത് തന്നെയാണ്. കാരണം ഒരു പാപി മാനസാന്തരപ്പെട്ടാൽ സ്വർഗത്തിൽ ഏറ്റവും വലിയ സന്തോഷമുണ്ടാവും. അങ്ങനെ ഒരു പാപി മാനസാന്തരപ്പെടുമ്പോഴത്തേക്ക് ഈ ദുഷ്ടാത്മാവിന് അവൻ്റെ ഉള്ളം ഇത്രയും നാൾ അവൻ്റെ അധീശതയിലായിരുന്ന അവൻ്റെ ശരീരത്തിൽ നിന്ന് അവൻ വിട്ടുപോകുമ്പോൾ അവൻ അലറിക്കൊണ്ട്, അതാണ് പത്രോസിൽ പറയുന്നു, ദുഷ്ടൻ അലറുന്ന സിംഹം പോലെ, പിശാച് അലറുന്ന സിംഹം പോലെ നിങ്ങളുടെ പ്രതിയോഗിയായ 1 പത്രോസ് 5:8 പറയും, നിങ്ങളുടെ പ്രതിയോഗിയായ പിശാച് അലറുന്ന സിംഹം എന്ന പോലെ ആരെ വിഴുങ്ങേണ്ടു എന്ന് തിരഞ്ഞു ചുറ്റി നടക്കുന്നു. കാരണം അവന് സഹിക്കാൻ, അവൻ്റെ ഒരു പെർമനൻ്റ് വാസസ്ഥലമാണ് കർത്താവിൻ്റെ രാജ്യത്തിൽ അവന് നഷ്ടപ്പെട്ടത്. അവനെ അടിച്ചു പുറത്താക്കി കളഞ്ഞു. സോ ഹീസ് നിങ്ങളുടെ പ്രതിയോഗിയായ പിശാച് അലറുന്ന സിംഹം എന്ന പോലെ ആരെ വിഴുങ്ങേണ്ടു എന്ന് തിരിഞ്ഞ് ചുറ്റി നടക്കുന്നു. അതുകൊണ്ട് ആ വഴിപാട് പൂർണ്ണമായാൽ നിൻ്റെ മേൽ 2 മുദ്ര വീഴും. ആ മുദ്ര ഇതേവരെ പൂർത്തീകരിക്കപ്പെട്ടിട്ടില്ല. ഞാൻ ആ വഴിപാട് കഴിച്ചിട്ടില്ല. അതുകൊണ്ടാണ് ആരോടും പറയരുത് എന്ന് കർത്താവായ യേശു ക്രിസ്തു പറഞ്ഞത്. പ്രിയപ്പെട്ടവരെ, ഈ വചനം അത് അതിവേഗം ഓടുന്നു. ഈ വചനം കഴിഞ്ഞ ദിവസം ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് വെളിപ്പെടുത്തി തന്ന ദൈവത്തിൻ്റെ തേജസ്, ഈ വചനം ഇറ്റ് ഈസ് ഫോർ ഫുൾഫിൽമെൻറ്റ്. അത് നിവൃത്തിയായേ പറ്റത്തുള്ളൂ. നീ അത് ആ വചനം വിശ്വസിക്കുകയാണെങ്കിൽ നിൻ്റെ ജീവിതത്തിൽ ആ വചനം നിവൃത്തിയായേ പറ്റുള്ളൂ. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഈ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ വചനത്തിൽ വിശ്വസിക്കും. പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ ആത്മാവോടും പൂർണ്ണ മനസ്സോടും പൂർണ്ണ ശക്തിയോടും കൂടെ വിശ്വസിക്കും. ഒരിക്കൽ രക്ഷാനിർണയം പ്രാപിച്ച ആൾ പിൻവാങ്ങിപ്പോയാൽ അവരുടെ സ്ഥിതി പഴയതിലും മോശമാകുമെന്ന് ഈ വചനം മാത്രമല്ല പൗലോസും പറഞ്ഞിരിക്കുന്നു. പൗലോസിൻ്റെ ലേഖനങ്ങളിൽ അത് പൗലോസും പറഞ്ഞിരിക്കുന്നു. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, വീണ്ടും ജനിക്കപ്പെട്ട, രക്ഷിക്കപ്പെട്ട, വീണ്ടും ജനിക്കപ്പെട്ട ഒരു ദൈവത്തിൻ്റെ പൈതൽ ജീവിതകാലം മുഴുവൻ അവൻ്റെ ന്യായപ്രമാണം വിട്ട് ഇടത്തോട്ടോ വലത്തോട്ടോ മാറാതെ കർത്താവിൽ തന്നെ ആശ്രയിച്ച് അവൻ്റെ ജീവിതകാലം കഴിക്കണം. എന്നാൽ യോശുവയോട് 1-ാം അധ്യായത്തിൽ പറഞ്ഞിരിക്കുന്ന, എൻ്റെ ന്യായപ്രമാണം വിട്ട് നീ ഇടത്തോട്ടോ വലത്തോട്ടോ മാറരുത്, നീ രാപ്പകൽ ഇടപെടാതെ ധ്യാനിച്ചു കൊണ്ടിരിക്കണം. എന്നാൽ നിൻ്റെ പ്രവൃത്തി സാധിക്കും, നീ കൃതാർത്ഥനായി വരികയും നിൻ്റെ ദൈവമായ യഹോവ നീ പോകുന്നിടത്തൊക്കെയും നിന്നോടുകൂടെ ഉള്ളതുകൊണ്ട് ഭയപ്പെടരുത്, ഭ്രമിക്കരുതെന്ന് പറഞ്ഞല്ലോ. എന്നാൽ പഴയ നിയമത്തിൻ്റെ അവകാശമല്ല പ്രിയപ്പെട്ടവരെ പുതിയ നിയമത്തിൻ്റെ അവകാശം. ഇറ്റ് ഈസ് ബിയോണ്ട് യുവർ ഇമാജിനേഷൻ. ഇറ്റ്സ് ബിയോണ്ട് യുവർ വൈൽഡസ്റ്റ് ഇമാജിനേഷൻ. അത് വെളിപ്പെടുക തന്നെ ചെയ്യും. അത് എല്ലാവരും കാണത്തക്ക വിധമുള്ള വെളിപാട് പുസ്തകത്തിൽ 21 പറയുന്ന ആ രാജ്യത്തിൽ മാത്രമല്ല, നീ ജീവിച്ചിരിക്കുമ്പോൾ ഇവിടെ വെളിപ്പെടും. സ്വർഗരാജ്യത്തിൻ്റെ അനുഭവം നിൻ്റെ ഉള്ളിൽ വെളിപ്പെടും. ആകയാൽ പ്രിയപ്പെട്ടവരെ, ഈ വചനത്താൽ ദൈവം നിങ്ങളെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. വഴിപാടിനെക്കുറിച്ച് കുറച്ചധികം സമയമെടുത്തൊരു പക്ഷേ സംസാരിക്കേണ്ടി വരും. അതുകൊണ്ട് മാത്രം ഞാനിത് 2ാമത്തെ വീഡിയോ ആയിട്ട് ഞാനിത് കുറച്ച് കഴിഞ്ഞിട്ട് ഞാനിത് വീണ്ടും എയർ ചെയ്യാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ആകയാൽ പ്രാർത്ഥിക്കുക, ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ഈ വചനത്താൽ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. വേഗം വരുന്നവനായ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ നിങ്ങൾക്കെല്ലാവർക്കും ഒരിക്കൽ കൂടെ സ്നേഹം. താങ്ക് യു.